രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ പ്രതിഷേധത്തിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ കടന്നു വരികയും ഈ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, മൺസൂൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റിലേക്ക് വരെ ഇവരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധ റാലികളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വാർത്തകളിൽ കാണുകയാണ്. ഡൽഹി പോലീസിൻ്റെയും മറ്റ് യൂണിഫോംഡ് ഫോഴ്സിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഈ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടി വരികയാണ് എന്ന് മാത്രമല്ല, പല പ്രതിപക്ഷ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ സെലിബ്രിറ്റികളൊക്കെ ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ആദ്യം ഈ സമരത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല എങ്കിലും വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരു കാര്യം, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്? ഈ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പരീക്ഷയാണോ? ഇനി ഇത് മാത്രമല്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തിനാണ്? ഇന്ത്യയിൽ നിയമപരമായി അങ്ങനെ മന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമരമാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത്? നോക്കുകയാണെങ്കിൽ 2026 മെയ് മാസം 3-ാം തീയതിയാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷയാണ് ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ മെയ് മാസത്തിൽ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ പല ക്വസ്റ്റ്യൻ ബാങ്കുകളിലും 720 മാർക്കിനുള്ള ഈ പരീക്ഷയുടെ 600 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ വള്ളിപുള്ളി പോലും തെറ്റാതെ ഓപ്ഷനുകൾ പോലും സെയിം ആയിട്ട് പല ക്വസ്റ്റ്യൻ ബാങ്കുകളിലും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് കണ്ടെത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നീറ്റ് പരീക്ഷ ഒന്നാകെ ക്യാൻസൽ ചെയ്യുകയും ജൂൺ മാസത്തിൽ ഒരു നീറ്റ് ഒരു പുനഃപരീക്ഷ നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നുണ്ട്. 2024 ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളൊരു ആരോപണം പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ്. 67 വിദ്യാർത്ഥികൾക്കാണ് 720-ൽ 720 മാർക്കും കിട്ടുന്നത്. ഇതൊരു വലിയ ചോദ്യചിഹ്നമായ ആളുകൾ മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല പല വിദ്യാർത്ഥികൾക്കും 719, 718 പോലെയുള്ള മാത്തമാറ്റിക്കലി പോസിബിൾ അല്ലാത്ത മാർക്കുകളൊക്കെ കിട്ടുമ്പോൾ പല ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഹൈക്കോടതികളിലും അവസാനം സുപ്രീം കോടതിയിലും ഒരു കേസ് എത്തുന്നു. പക്ഷേ ചോദ്യപേപ്പർ വൈഡ് സ്പ്രെഡായി ചോർന്നു എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരീക്ഷ റദ്ദാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ഇപ്പോൾ ഈ പരീക്ഷയിലെ കോമ്പറ്റീഷൻ്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ 2026 ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തത് 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്. ഇതിനകത്ത് MBBS സീറ്റിലേക്ക് ഒരു അക്സെപ്റ്റൻസ് റേറ്റ് വരുന്നത് 5% താഴെ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും വലിയൊരു കോമ്പറ്റീഷനാണ് ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിശീലനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അറിയാം, ഈ കോച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് പണച്ചെലവുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾ ലോൺ എടുത്ത് വരെയാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അയക്കുന്നത്. 5-6 വർഷത്തെ കഠിന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 20 ലക്ഷം വിദ്യാർത്ഥികളല്ല, 20 ലക്ഷം ഇന്ത്യൻ കുടുംബങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പല പരീക്ഷകളും എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ പരീക്ഷ അവസാനിക്കുന്ന ദിവസം അത്രയും കാലവും നമ്മൾ അനുഭവിച്ച ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ശേഷം ആ ഒരു റിലാക്സേഷൻ ഫേസിലൂടെ ഈ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന സമയത്താണ് അവരുടേതായ യാതൊരു കുറ്റത്തിൻ്റെയും ഭാഗമല്ലാതെ ഈ പരീക്ഷാ നടത്തിപ്പിൻ്റെ ക്രമക്കേടിൻ്റെ ഭാഗമായിട്ട് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും വീണ്ടും പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട, വീണ്ടും ഫീസ് അടയ്ക്കേണ്ട, പഴയ രജിസ്ട്രേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ ഗവൺമെൻറ് പറയുമെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നീറ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമല്ലേ എന്ന് ആളുകൾ ചോദിക്കുമെങ്കിലും 20 ലക്ഷം ഇന്ത്യൻ കുടുംബങ്ങൾ, അതായത് ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളുടെ 6% ഒരു മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും ഈ പരീക്ഷയുടെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ നീറ്റ് പരീക്ഷയുടെ ഭാഗമായിട്ട് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് UGC നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2026 ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള നെറ്റ് പരീക്ഷയുടെ പല പേപ്പറുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ തന്നെ ചോദ്യപേപ്പറിലെ പലതരത്തിലുള്ള ഡിസ്ക്രിപ്പൻസികൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് CBSE പരീക്ഷ എന്ന് പറയുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സിസ്റ്റം ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മാർക്കിങ്ങിലൂടെ വിദ്യാർത്ഥികളുടെ ഫലം പുറത്തു വന്നപ്പോൾ പല വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാവുകയാണ്. അവർക്കൊന്നും വിചാരിച്ച മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പലരും റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ട് ഇവരുടെ സ്കാൻഡ് ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഇവരെഴുതിയ ഉത്തരക്കടലാസുകളല്ല ഇവരുടെ ആൻസർ ഷീറ്റായിട്ട് സ്കാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് പല പേജുകളും മിസ്സിംഗ് ആണ്, പല ഉത്തരങ്ങൾക്കും മാർക്ക് ഇട്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം 88% ഉണ്ടായിരുന്ന CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഈ വർഷം 85% കുറയുകയാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ പല വിദ്യാർത്ഥികളും ഈ CBSE 12ാം ക്ലാസ് പരീക്ഷയും നീറ്റ് പരീക്ഷയും ഒക്കെ ഒരുമിച്ചാണ് എഴുതുന്നത്. സോ ഇന്ത്യൻ യുവാക്കളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പല പ്രശ്നങ്ങളും ഈ അടുത്ത കാലത്ത് പരീക്ഷാ നടത്തിപ്പുകളുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമായ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധം നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ നീറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2026 ജൂണിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പാർട്ടി എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത് ഇന്ത്യയിൽ ഒരു രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമല്ല, സോഷ്യൽ മീഡിയ വഴി ഉയർന്നു വന്നൊരു മൂവ്മെൻ്റ് എന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ പിന്നിലെ കഥയൊക്കെ ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. ഇന്ത്യയിലെ തൊഴിലില്ലാതെ നടക്കുന്ന യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാറ്റകളോടും പാരസൈറ്റുകളോടും ഉപമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കൾ ഒരു തൊഴിലുമില്ലാതെ നടക്കുന്നത്? അത് തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, മറിച്ച് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ് മുന്നോട്ട് വരുന്നത്. അവരാണ് ഈ പ്രശ്നത്തിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അവർ പ്രധാനമായിട്ട് 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തേത്, ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ സിസ്റ്റങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള മാറ്റം, സമ്പൂർണ്ണമായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഈ നീറ്റ് എക്സാം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് 20ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി വീതം നഷ്ടപരിഹാരം നൽകുക. ഇങ്ങനെ 3 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ 20 മില്യണിലധികം ഫോളോവേഴ്സ് ഇവർക്ക് ഉണ്ടായെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചതെങ്കിലും നമ്മുടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിലേക്ക് പിന്നീട് കടന്നു വരികയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ, അഴിമതി പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഉയർത്തുന്നത് നമുക്ക് കാണാം. സോ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഈ പ്രതിഷേധത്തിന് ട്രിഗർ ചെയ്ത ഒരു സംഭവം മാത്രമാണ്. ഒരുപാട് മറ്റ് ഇഷ്യൂസും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം വലുതാവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്ക് കൃത്യമായ മാധ്യമ ശ്രദ്ധ കിട്ടാൻ തുടങ്ങുന്നത് ഇന്ത്യയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സോനം വാങ്ചുക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി ഒരു നിരാഹാര സമരത്തിലേക്ക് കടന്നപ്പോഴാണ്. ഏകദേശം 20 ദിവസത്തോളം അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് ഇപ്പോൾ അതിൻ്റെ മൺസൂൺ സെഷൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. സോ അതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആണെന്ന് കാണാം. ഇന്ത്യൻ ജനാധിപത്യം സമ്മേളിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സൻസദ് ചലോ എന്ന പേരിൽ പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുന്നു. അപ്പോൾ അതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സമരത്തെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി മെട്രോയിലെ പല സ്റ്റേഷനുകളും ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഇൻ്റർനെറ്റ് സംവിധാനത്തിന് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് എന്ത് വില കൊടുത്തും സമരം ചെയ്യാൻ സമരക്കാരും, മറുഭാഗത്ത് എന്ത് വില കൊടുത്തും ഇതിനെ തടയാൻ വേണ്ടി പോലീസും നിൽക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഡൽഹി പോലീസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരക്കാരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അതിക്രമങ്ങൾ പോലീസിനെതിരെ ഉണ്ടാകുന്നു, കല്ലേറുണ്ടാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 60ഓളം പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. ഇതുകൊണ്ടാണ് ഇത്ര വലിയ നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വന്നത് എന്നാണ്. എന്നാൽ സമരക്കാർ പറയുന്നത് അവർ നടത്തിയതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രകോപനവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നിട്ടും പോലീസ് എക്സസീവായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ബാറ്റൺ ചാർജിങ് നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 120ഓളം സമരക്കാർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഈ പ്രതിഷേധക്കാരുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ കേന്ദ്രമന്ത്രി JP നദ്ദയും ഈ CJP എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ചില വക്താക്കളും തമ്മിൽ ചർച്ച നടന്നു. അപ്പോൾ ഈ ചർച്ചയിൽ CJP മുന്നോട്ട് വെച്ചത് 3 ആവശ്യങ്ങളാണ്. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. രണ്ടാമത്തേത് ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം നൽകുക. മൂന്നാമത്തേത് സോനം വാങ്ചുക്കിനെ റിലീസ് ചെയ്യുകയും ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അവർ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ ഈ സമരം ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നിലവിലത്തെ സമരത്തിൻ്റെയും പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഡൽഹിയിൽ എന്താണ് നടന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു, അല്ലെങ്കിൽ മറ്റു പരീക്ഷകളുടെ നടത്തിപ്പുകളിൽ ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആളുകൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ തന്നെ പലരും ഉന്നയിക്കുന്നൊരു സംശയം, ഈ വകുപ്പ് മന്ത്രിക്കോ മന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്കോ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുന്നത് ശക്തമായിട്ടുള്ള അന്വേഷണം ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. പലരെയും ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഗവൺമെൻറ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്? ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയും നോക്കുകയാണെങ്കിലും ഈ വകുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് രാജി ആവശ്യപ്പെടുമ്പോഴൊക്കെ മാത്രമാണ് മന്ത്രിമാർ രാജിവെക്കേണ്ടത് എന്നാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ തന്നെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്ന് ഒരു മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിന് സമരക്കാർ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നീറ്റിൻ്റെ കാര്യത്തിൽ 2 പ്രാവശ്യം ഈ പ്രശ്നങ്ങൾ നടന്നു. UGC നെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ, CBSE പരീക്ഷയുടെ കാര്യത്തിലൊക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതിന് സ്ട്രക്ചറലായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവുന്നു, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ തെളിവാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മന്ത്രിയോ മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമോ ചോദ്യപേപ്പർ ചോർത്തി എന്നല്ല ഇവർ പറയുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വകുപ്പിൽ ഉണ്ടാകുമ്പോൾ ആ മന്ത്രി അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഈ പ്രശ്നത്തെ അതിൻ്റെ സീരിയസ്നെസ്സിൽ കാണുന്നുവെന്നും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ജനങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കാൻ അത് സഹായിക്കും. ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് സിംബോളിക്കായിട്ടുള്ളൊരു കാര്യം കൂടെയുണ്ട്. കൃത്യമായി മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസോ തങ്ങളുടെ ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കസേര തെറിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ, ശക്തമായൊരു മുന്നറിയിപ്പ് കൊടുക്കാനും ഇതിലൂടെ സാധിക്കും എന്നാണ് ഈ രാജി ആവശ്യപ്പെടുന്ന ആളുകൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടോ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മന്ത്രിമാരെ രാജിവെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1956 ഒരു റെയിൽവേ പാലം തകർന്ന് 140ഓളം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടമുണ്ടായപ്പോൾ അന്നത്തെ റെയിൽവേ മിനിസ്റ്ററായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ രാജി സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിലും നിർബന്ധപൂർവ്വം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്തത്. അത് ലോകത്തിന് തന്നെ പിന്നീട് മാതൃകയാവുന്നുണ്ട്. ഇനി 1999 സമാനമായിട്ടുള്ള ഒരു ട്രെയിൻ അപകടം വെസ്റ്റ് ബംഗാളിൽ നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ റെയിൽവേ മിനിസ്റ്ററായിരുന്ന നിതീഷ് കുമാർ രാജിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും നേരിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിലും ഇത്തരത്തിലുള്ള വലിയ സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പല ആളുകളും ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അന്നത്തെ പ്രശ്നങ്ങളെയും ഇന്നത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ചയെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ദുരന്തമൊന്നുമല്ല ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇന്ത്യൻ കുടുംബങ്ങളുടെയും ഒക്കെ ഭാവിയെ തുലാസിലാക്കുന്ന രീതിയിലുള്ള ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മന്ത്രി ബാധ്യസ്ഥനാണ് എന്നാണ് പലരും പറയുന്നത്. ഇനി ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആംഗിളും കൂടെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷത്തിൽ NDA ഗവൺമെൻറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2015 രാജ്നാഥ് സിംഗ് തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് UPA ഗവൺമെൻറ് അല്ല, NDA ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ തന്നെ ഇവിടുത്തെ മന്ത്രിമാരെ രാജിവെച്ച് പോവുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപിത നയം തന്നെയായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരു ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് ആകെ രാജിവെച്ചിരിക്കുന്നത് ഒരൊറ്റ മന്ത്രി മാത്രമാണ്. 2018 മീ ടു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് MJ അക്ബർ മാത്രമാണ് രാജിവെച്ചതെന്ന് നമുക്ക് കാണാം.
അപ്പോൾ ഇതുവരെ ഒരു മന്ത്രി ആരോപണ വിധേയനായി രാജിവെക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് NDAക്കോ BJPക്കോ ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു അവസരമാണ്. ഈ അവസരത്തെ അവർ മുതലെടുക്കുകയാണ്. അങ്ങനെ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിത താല്പര്യങ്ങളോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സമരം നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു മന്ത്രി രാജിവെക്കുന്നു, നാളെ അടുത്ത ആരോപണം ഉന്നയിച്ച് മറ്റൊരു മന്ത്രിയെ രാജിവെപ്പിക്കും, അങ്ങനെ ഇവിടെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഈ വിഷയത്തെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആംഗിളിലൂടെ കാണരുത്. കാരണം ഇവിടെ യുവാക്കൾ ഉന്നയിക്കുന്നത് 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷനുള്ള രാജ്യമാണ്. എന്നാൽ ആ പോപ്പുലേഷന് ആനുപാതികമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ കോമ്പറ്റീഷനിലേക്ക് ആളുകൾ കടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം ഉണ്ടാവുകയും അൺഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തങ്ങൾക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നു എന്ന ആളുകൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള ആംഗിളിലൂടെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ശരിയായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അവസരത്തെ അവർ ഇല്ലാതാക്കി കളയുകയാണ് എന്നിവർ പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് എവിടെ എന്ത് തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാലും അതിനകത്തെ 100% ആളുകളും ജെന്യുവിനായി ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വളരെ കുറച്ച് ശതമാനം ആളുകൾ സ്ഥാപിത താല്പര്യങ്ങളോടുകൂടി ഇത്തരത്തിലുള്ള സമരങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്നും ഇതിനകത്തൊരു ജെനുവിനിറ്റിയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നടപടിയെടുത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള ഒരു അവസരത്തെ അവരില്ലാതാക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികാരമുള്ളത്, അവിടെ ഭരിക്കുന്നത് ജനങ്ങളായിരിക്കണം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്നത് ജനസേവകരാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം അവർ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിനെല്ലാം ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അധികാരവും അവകാശവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ജനങ്ങളിങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അത് കേൾക്കാനും ഉചിതമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും ഗവൺമെൻറ്റുകൾ തയ്യാറാവുമ്പോഴാണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന് ഒരർത്ഥവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനെ വെറും രാഷ്ട്രീയ ഗൂഢാലോചനയായി തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചമർത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. സോ ഡൽഹിയിൽ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉയർന്നു വരുന്നത്, ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, ഗവൺമെൻറ് ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.